മഅദല്ലാഹ് മഅദല്ലാഹ്. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, കാരണം എന്തുകൊണ്ട് അസൂയയും. എന്താ ഇതിന് അസൂയയുടെ കാര്യം? ജാഹ്, ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവിങ്ങോട്ട് വാ, ചെവിങ്ങോടുത്താ ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് കേട്ടോളൂ കേട്ടോ ഹദീസ്. ذئبان جائعان أرسلا في غنم بأفسدا لها من حرص المرء على الشرف والمال. വിശന്ന് പൊരിഞ്ഞ രണ്ട് ചെന്നായ്ക്കളെ ഒരാട്ടിൻ കൂട്ടത്തിലേക്ക് അഴിച്ചിട്ട് വന്നിരിക്കട്ടെ. റസൂലുള്ള പറയാ, ഞാൻ പറയല്ല. പറഞ്ഞുണ്ടാ ചെന്നായുമല്ല. എങ്ങനത്തെ ചെന്നായ? വിശന്ന് പൊരിഞ്ഞ രണ്ട് ചെന്നായ്ക്കൾ ഉർസിലാഫി വനമിൻ ഒരു ആട്ടിൻ കൂട്ടത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ടു എങ്കിൽ ഈ രണ്ട് ചെന്നായ്ക്കളും ആ ആടിൻ കൂട്ടത്തിന് കേടുവരുത്തുകയില്ല. സ്ഥാനമാനത്തോടും ധനത്തോടും ഒരു ആർത്തി പൂണ്ട മനുഷ്യൻ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര എല്ലാവർക്കും എനിക്കടക്കം ചിന്തിക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. അല്ലാഹു കാക്കട്ടെ. സ്ഥാനമാനത്തോടും ധനത്തോടും അസൂയയുള്ള ആളുകൾ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര ചെന്നായ പോലും ആടുകൂട്ടത്തെ കേടുവരുത്തുകയില്ല. ഹാക്കിം പറഞ്ഞു, ഹാക്കിം രേഖപ്പെടുത്തി, ഹബീബാ നബി പറഞ്ഞു. അല്ലാഹു തആല ഈ കാസറ്റും ഈ സത്യങ്ങളൊക്കെ നിലനിർത്തുകയും അതിൻ്റെ മിഥുന സ്വഭാവം അല്ലാഹു നമുക്ക് നൽകുകയും അല്ലാഹു ഇതിനെ തൊട്ട് നമ്മളെ കാക്കുകയും ചെയ്യട്ടെ. അല്ലാഹു കാക്കട്ടെ പഠിച്ചവനെ, അല്ലാഹു കാക്കട്ടെ. എന്നെ നോക്കൂ, വർത്തമാന കേരളത്തിൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറകളിൽ നേതാക്കളില്ല എന്നതാണ്. കഴിവുറ്റ നേതാക്കൾ പുതിയ തലമുറയിൽ ഒരു പ്രസ്ഥാനത്തിലും കാണുന്നില്ല. എനിക്ക് കാരണം മുന്നിൽ നിൽക്കുന്ന ആളുകൾ പുതുതലമുറകളെ വളർത്തുന്നതിൽ ശ്രദ്ധിക്കായ്മ എന്നതാണ്. അതിന് കാരണം ഹസദാണ്. ചിന്തിക്കണം. പുതിയ വളർന്നു കഴിഞ്ഞ തലമുറകൾ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു വലിയ വിഷയമാണ്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു വിഷയമായിട്ടുണ്ട്. കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പുതിയ പ്രശ്നം, വളർന്നു വരുന്ന തലമുറകളിൽ നിന്ന് പുതുനാമ്പുകളായ നേതാക്കൾ കടന്നു വരുന്നില്ല. കാരണം അവസരങ്ങൾ നൽകൂല, അവരെന്ന് ചിന്തിക്കൂല. നോക്കൂ, കോഴിക്കോട്ട് ഒരു വീട്ടിൽ പലവ്യഞ്ജനം വാങ്ങിക്കൊടുക്കാൻ നിന്ന ഒരു മനുഷ്യനാണ് ബാഫക്ക് തങ്ങൾ എടുത്തുയർത്തിട്ട് ആ മനുഷ്യൻ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. അതാ കാരണം നെഞ്ചകം നന്നായ മനുഷ്യനാണത് ചെയ്തത്. ആരാ നെഞ്ചകം നന്നായ മനുഷ്യൻ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നിങ്ങളിത് ഞാനും ആമീൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് അയാൾക്ക് പുറത്തിട്ടാൻ വേണ്ടിയല്ല. മനുഷ്യനൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാവും എന്നോ. നമ്മൾക്ക് അവർക്ക് വേണ്ടി ദ്വാരുന്നത് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനാ. അല്ലാഹു തരട്ടെ. എന്തിന്? മരിക്കുന്ന അന്ന് രാത്രി തവാഫ് ചെയ്തിട്ടുണ്ട്. മരിക്കുന്ന അന്ന് രാത്രി തവാഫ് ഒന്ന് കയറ്റിക്കൊണ്ട് പോയതാ ആശുപത്രിയിലേക്ക്. തവാഫ് പകുതിയായപ്പോൾ കൊണ്ടുപോയതാ. മരിക്കുന്ന അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. മരിക്കുന്ന അന്ന് മഗ്‌രിബിന്റെ ശേഷം ഇശ വരെ ഖുർആൻ ഓതിയിട്ടുണ്ട്. മരിക്കുന്ന അന്ന് ഇശാന്റെ ശേഷമുള്ള എല്ലാ വിർദുകളും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. മരിക്കുന്ന അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. മരിക്കുന്ന അന്ന് രാത്രി തവാഫ് ചെയ്ത് പകുതിയാക്കി ആശുപത്രി കൊണ്ടുപോയതാ. എങ്ങനുണ്ട്? എന്നോട് ഇപ്പൊ ഈ പറഞ്ഞ സംഭവം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരാ. നാദാപുരത്ത് വെച്ച് ഈ അടുത്ത കാലത്ത് കുഞ്ഞാലിയാജി എന്നൊരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ കുഞ്ഞാലിയാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ഖാദിമായി പോയ ഒരാൾ ഞാനായിരുന്നു അന്ന്. തങ്ങള് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അറബ് ശൈഖന്മാർ വിളംബരം ചെയ്തു. എല്ലാരും മയ്യത്ത് നിസ്കരിച്ചു. എനിക്കൊരാളെ കാലിന്റെ മുകളിലെ സ്ഥാനം കിട്ടിയുള്ളൂ. ഒരാളെ കാലും നിന്നിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. ലക്ഷക്കണക്കായ ആളുകൾ മയ്യത്ത് നിസ്കരിച്ചു. അങ്ങനത്തെ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം ബാഫക്ക് തങ്ങളുടേതായിരിക്കും റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ പഠിച്ചവനെ. എവിടെയാ ഇടം കിട്ടിയത്? ഖൈറുൻ നിസാഇ അഹ്ലിൽ ജന്ന അർബഅത്തുൻ
സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ആസിയ ബിൻത് മുസാഹിം, വമറിയം ബിനത്തു ഇമ്രാൻ. അല്ലാഹു സുബ്ഹാനഹു അതിൽ നേതാവാര്? അതിലും നേതൃമതിയാണ് ആര്? ഖദീജ ബീവി. ആ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ ആ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കണം. എന്നാൽ അതിനൊക്കെ സഹകരിക്കുന്ന നേതാക്കൾ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട പണക്കാട്ട തങ്ങന്മാർ, അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എന്തിനാ നമ്മളെ കാര്യത്തിന് ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മണിക്കൂറുകളോളം സയ്യിദ് സാദിഖ് അലി ശിഹാബിടങ്ങൾ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം. എന്തിനാ മനുഷ്യൻ അതിൻ്റെ ആവശ്യം? എന്തിനാണ് ആ മനുഷ്യൻ്റെ ആവശ്യം? ചിന്തിക്കുക. എപ്പോഴും ഇന്നതിൻ്റെ നിയന്ത്രണം ഇന്ന് പോലും ആ മനുഷ്യന്മാരെ കയ്യിലാ. എന്താ അവർക്ക് അതിൻ്റെ ആവശ്യം? അവർ മനസ്സിൻ്റെ വെളുപ്പ, കാരണം ബാപ്പാൻ്റെ വെളുപ്പ. ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ രോഗിയാ, വിഷമത്തിലാ, നോമ്പിനെവിടെയും പോകുന്നില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു ആശ്വാസവും ഒരു പ്രോത്സാഹനവും എന്ന നിലയിലാ അവരും ചെറുശ്ശേരി സ്ഥാനവും ഒക്കെ ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ, അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് നൽകട്ടെ. എമ്പാടുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് നൽകട്ടെ. ഞാനതിൻ്റെ മനസ്സോട് പറയുക തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ ചിന്തിക്കണം, നമുക്ക് ഇനി പിൻഗാമികളെ വളർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. തന്റെ സ്ഥാനത്തിന് നട്ടം വരുമെന്ന് വിചാരിച്ചിട്ട് പുതുനാമ്പുകളെ തടയുക. ചിന്തിക്കുക. ഇവിടെ നമ്മളൊക്കെ അങ്ങനെ പോയി കിട്ടും. ഇവിടെ ഇപ്പൊ എല്ലാവരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയും അങ്ങനെയൊക്കെ പോകും. അവിടെ ഒരു സ്ഥലമുണ്ട്, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമുള്ളെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അവിടെയും ടിക്കറ്റ് മുറിക്കണമെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ. വളരെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. അസൂയ മൂക്കുക. അസദുൽ ഫതായിദം ഇദാലം യനാലു സഅയഹു ഫൽകുല്ലു അദാഉല്ലാഹു വഖസൂമു. ഭയങ്കര കവിത. അസദുൽ ഫതാ, ആ ചെറുപ്പക്കാരനോട് എല്ലാവരും അസൂയ വെച്ചു. ഇദാലം യനാലു സഅയഹു, അയാൾക്ക് നേടാൻ കഴിഞ്ഞത് അവർക്ക് നേടാൻ കഴിയാത്തപ്പോൾ ഫൽകുല്ലു അദാഉ, എല്ലാവരും അയാളെ ശത്രുക്കളായി. മാത്രമല്ല വഖസൂമു, എല്ലാവരും അയാളോട് തർക്കിക്കുന്നവരുമായി, അയാളെ കുറിച്ച് ശത്രുത പുലർത്തുന്നവരുമായി. കവി പറഞ്ഞതാ. അങ്ങനെ നമ്മളാകരുത്. നമ്മൾ വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പള്ളി കമ്മിറ്റികളിൽ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരണം. എന്തുകൊണ്ട്? അവരിലാണ് സമുദായത്തിന്റെ നാളത്തെ ഭാവിയുള്ളത് എന്ന് ചിന്തിക്കണം. അതെല്ലാവരും ചെയ്യണം. പള്ളി കമ്മിറ്റികളിൽ ചെറുപ്പക്കാരെ കയറ്റിക്കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് പരിശീലനം നൽകുക. അവരോട് നല്ല വാക്ക് പറയുക. അവരെ ഒഴിവാക്കരുത്. അവർ നന്നാവില്ല എന്ന് പറയാതിരിക്കുക. അവർ നന്നാവില്ല എന്ന് പറയാതിരിക്കുക. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അവരെന്ത് നന്നാവില്ല എന്ന് പറഞ്ഞ് തള്ളാതിരിക്കുക. അവരെ സഹായിക്കുക. സാരല്ല, സഹായിക്കുക. ഇതാ മുസ്തഫ നബിയുടെ രീതി. ക്രോപ്പ് അടിച്ചിട്ട് ഒരാൾ വന്നു, പോടാ പുറത്ത് എന്ന് പറഞ്ഞില്ല. ഞാമൽ ഫതാ, എത്ര നല്ലോൻ. ഇരാലം യകുൻ ബിഹി ഖസ്റുൻ, ആ ക്രോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലോൻ. വൃത്തികെട്ടവനെന്നാ പറയേണ്ടത്. റസൂൽ എന്താ പറഞ്ഞത്? നിഅമൽ ഫതാ, എന്തൊരു നല്ല ബാല്യക്കാരൻ. ഇരാലം റസൂലിന്റെ ശൈലിയും നോക്കി. എന്താ പറഞ്ഞത്? നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? ഇത് പറയണമെങ്കിൽ എന്ത് വേണം? അലം നശ്റഹ്, ഇവിടെ അങ്ങോട്ട് വലുതാകണം. എന്താ പറഞ്ഞത്? നമ്മളെ എന്താ പറയാ? അപ്പാച്ചി എന്താ പറയാ? ഒന്ന് പറ. ഇവിടെ ഇങ്ങനെ അപ്പാച്ചി എന്നല്ലേ പറയാ? ഇവിടെ അപ്പാച്ചി എന്നല്ലേ പറയാ? ഇവിടെ നിർത്തി, മുകളിൽ നിർത്തിയിട്ട് ഇവിടെയൊക്കെ അങ്ങോട്ട് വടിച്ചിട്ട് ഒരാൾ വെട്ടിയിട്ട് ഇവിടെ കുറച്ച് മാത്രം നിർത്തിയിട്ട് കുടുമ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നു.
നമ്മൾ അടുത്തൊക്കെ വന്നാ ഓടിക്കൂലേ? റസൂലുള്ള പറഞ്ഞു നിഅമൽ ഫതാ, നിഅമൽ ഫതാ, എന്തൊരു നല്ല കുട്ടി, എന്തൊരു നല്ല മോൻ.